ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം നല്ല നല്ല ബെഡ്ഷീറ്റ് ആട്ടോ. എല്ലാ ദിവസവും നമ്മൾ നല്ല നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 4 സൈഡിലുള്ള ബോർഡറുള്ള ബെഡ്ഷീറ്റ് ആട്ടോ. ഇന്ന് ക്യൂൺ സൈസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇല്ലേ, എല്ലാ ദിവസവും നമുക്ക് നല്ലതാണ് വേണം. അപ്പം നല്ല ബെഡ്ഷീറ്റ് വേണം, നല്ല ഫുഡ് വേണം, നല്ല ഒരു മുറി വേണം, നല്ല ഫുഡൊക്കെ വേണം അല്ലേ? ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ? നന്നായിട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ഇതിന് മേലെ എല്ലാം നമുക്ക് ദൈവാനുഗ്രഹം കൂടെ വേണം കേട്ടോ. അപ്പൊ നമ്മൾ അതെല്ലാം പ്രാർത്ഥിച്ച് നന്നായിട്ട് വാങ്ങിക്കണേ. ഇനി ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ലൊരു എംബ്രോയിഡറി ചെയ്ത ഒരു ബെഡ്ഷീറ്റ് ആണ്. എംബ്രോയിഡറി ചെയ്ത ബെഡ്ഷീറ്റ് ഞാനിത് ഫുള്ളായിട്ട് വിടത്തി കാണിക്കുവാണ്, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാറ്റിൻ കോട്ടണിലാണ് ഈ ഒരു ബെഡ്ഷീറ്റ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഉരുണ്ടുരുണ്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്, നല്ല സാറ്റിൻ കോട്ടണിലുള്ള ബെഡ്ഷീറ്റ് ആണ്. സെന്റർ പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. അത് കണ്ട് നല്ല സെൽഫ് പ്രിന്റ് ചെയ്തിരിക്കുന്നതിൽ നല്ല നല്ല എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. പക്ഷേ ഇതിന്റെ കൂടെ ഉള്ളത് സാറ്റിൻ കോട്ടന്റെ പില്ലോ കവർ അല്ല, പ്ലെയിൻ കളർ ആയിട്ടുള്ള കോട്ടൺ പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ ലൈറ്റ് കളർ മതി എന്നുള്ളവർക്ക് അത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് വെച്ച് നന്നായിട്ട് തരുകയും ചെയ്യുവേ. ഇനിയുള്ളത് നമ്മുടെ 695 രൂപയുടെ നല്ല ബെഡ്ഷീറ്റുകളാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രിന്റ് ആട്ടോ. നല്ല രസമുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുടെ പ്രിന്റുകളാ കൂടുതൽ വിരിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു കങ്കാരു, നല്ലൊരു തത്ത. ഇത് കണ്ടോ, അതും നല്ല ഡാർക്ക് കളറാ. അപ്പൊ നമ്മൾ അമ്മമാർക്ക് ഒട്ടും പേടി വേണ്ട. ഇതിലൊക്കെ ചെളി പറ്റുവോ, ഇവരിത് കുഴച്ചിടുവോ? കുഴച്ചിട്ടാലും കുഴപ്പമില്ല. ഇത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആയതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല. ഇപ്പൊ പിള്ളേർക്കൊക്കെ പരീക്ഷ തുടങ്ങിയതുകൊണ്ട് അവർക്കൊന്നും ഈ ബെഡ്ഷീറ്റ് ഒന്നും കയറി തുടങ്ങിക്കൊണ്ടിരിക്കുവാണ്. റിവിഷൻ ഒക്കെ അല്ലേ, അപ്പൊ ബെഡ്ഷീറ്റ് ഒന്നും നോക്കാനൊന്നും സമയമൊന്നും കാണുകയില്ല, ബെഡൊന്നും വിരിക്കാനും സമയം കാണുകയില്ല. അപ്പൊ നമ്മൾ അമ്മമാർ അവരെ ശീലിപ്പിക്കണം ബെഡൊക്കെ വിരിക്കാനൊക്കെ. പക്ഷെ അവർ ഒത്തിരി ഫോഴ്സ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് അങ്ങ് വിരിച്ചു കൊടുത്തേക്കാന്നേ. കുറച്ച് ദിവസമൊക്കെ നമ്മൾ വിട്ടു കൊടുത്താലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ചില അമ്മമാരുണ്ട് ഇപ്പൊ തന്നെ വിരിക്കണം, ഇപ്പൊ തന്നെ കുടയണം എന്നൊക്കെ പറഞ്ഞ് ചില അമ്മമാരുണ്ട്. അതുപോലെ വേണ്ട, ചില സമയത്ത് നമ്മൾ അവരെ അങ്ങോട്ട് വിട്ടു കൊടുക്കണം. അപ്പൊ അവർക്കും ഒരു സന്തോഷമല്ലേ, കൂളായിട്ട് അവരും ഡാൻസ് കളിച്ച് അങ്ങ് പൊയ്ക്കോളും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ വില വന്നിട്ടുള്ളത് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്സ് ആണ്. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഇലകളുടെ ഡിസൈൻ ആട്ടോ. നല്ലൊരു ഇലകള്, നല്ല ഭംഗിയായിട്ടുള്ള ഇല. എന്നെ രസമാന്ന് നോക്കി ഇല കാണാന്. നല്ല ഭംഗിയായിട്ടുള്ള ഇലകളാണ്. നമ്മുടെ ശബ്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കാരണം അലറുന്നോണ്ടാട്ടോ. ചില അമ്മമാര് കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് അലറും, എന്നെ പോലെയുള്ള അമ്മമാർ. അപ്പൊ ഇടയ്ക്കൊന്നും ശബ്ദമൊന്നും ഉണ്ടാകത്തില്ല. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളറ്, ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കള്, അതും നല്ല മഞ്ഞ പൂക്കളായതുകൊണ്ട് നല്ല ഭംഗിയാ. ചില സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല രസം തോന്നിയാലേ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള അതിന്റെ 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. ഇനിയുള്ളത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആട്ടോ. ഇനി ഈസ്റ്റർ ഒക്കെ വരാൻ പോവല്ലേ, അപ്പൊ നമുക്ക് ഇത് കണ്ട് ഈസ്റ്റർ ബണ്ണിയാന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവരും പറ്റിക്കാം. ഇതൊരു നല്ല ഒരു മൊയൽ കുഞ്ഞാട്ടോ. നല്ല രസമല്ലേ, നല്ല രസമായിട്ടുള്ള നല്ല ഒരു കളർ കോമ്പിനേഷൻ ഉള്ള ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ, പിള്ളേരുടെ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഷീറ്റ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റൊക്കെ ഈസ്റ്ററിന് കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇത് വിരിക്കാനൊന്നും അടിപൊളിയല്ലേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്, 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഇലകള്, നല്ല ഡാർക്ക് കളറിലുള്ള ഇലകളാണ്. നല്ല ഡാർക്ക് കളറിലുള്ള ഇലകള്, ഡാർക്ക് കളർ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടില് ഇങ്ങനെ വൈറ്റ് കളർ ഇലകൾ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാല്. നല്ല ഗ്രീൻ കളർ, നല്ല എന്താ പറഞ്ഞ ചെറുപയർ പച്ച കളറാട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ടുള്ള മിക്സ്, ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ടുള്ള
കുഷ്യൻ കവറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. മാഗ്നിസ്കേപ്സിൽ കുഷ്യൻസും അവൈലബിൾ ആണ് കേട്ടോ. അത് പറയുമ്പോൾ നമ്മൾ അതും കൂടെ പറയണല്ലോ. കുഷ്യൻസ്, കുഷ്യൻ കവർ, പില്ലോ കവേഴ്സ്, പില്ലോസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇനിയുള്ള അടുത്ത ഷീറ്റ്, ഇതിന് മുമ്പ് ഇതിന്റെ വേറെ ഒരു കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ നല്ല മഞ്ഞ കളർ, യൂഷ്വലി ഓണം ആകുമ്പോഴേനെല്ലാം മഞ്ഞ കളർ വരുന്നത്. ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് എല്ലാം കുറേ മഞ്ഞകളൊക്കെ ഉണ്ട്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ഗ്രേ കളർ കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ടെൻഷൻസ് ഒക്കെ മറന്ന് നല്ല മിടുക്കരായിട്ട് നല്ലതായിട്ട് മുന്നോട്ട് പോയി നന്നായിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ നോക്കണം, നന്നായിട്ട് ഇരിക്കണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം. മാഗ്നിസ്കേപ്സ് വരാനുള്ള വഴി നമ്മുടെ വൈറ്റിലേന്നും കടവന്ത്രയെന്നും, എറണാകുളത്താണേ, വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലം വേറെ ചില സ്ഥലത്തൊക്കെ കാണുമായിരിക്കും. അപ്പൊ എറണാകുളത്തുള്ള വൈറ്റിലയിലെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറണം. അത് കഴിഞ്ഞൊരു 100 മീറ്റർ കഴിയുമ്പോഴത്തേനും റൈറ്റിൽ കാണുന്ന ആദ്യത്തെ ബിൽഡിംഗ് ആണ് മാഗ്നിസ്കേപ്സിന് കടയുള്ളത്. നമ്മൾ വെബ്സൈറ്റിനകത്ത് ഓൾമോസ്റ്റ് ഈ ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെ ചിലത് കണ്ടില്ലെങ്കിലും അല്ലാതെയും ഈ താഴെ കിടക്കുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഇനി ചില അമ്മച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട്, അവർക്ക് വാട്സപ്പ് വേഗം അങ്ങ് പറ്റത്തില്ലാതെ വരും. അപ്പൊ നമ്മളോട് അവർ ഫോൺ വിളിച്ച് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് വോയിസ് മെസ്സേജോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം നമ്മുടെ ഇവിടുത്തെ പിള്ളേരെല്ലാം നന്നായിട്ട് ചെയ്തോളും കേട്ടോ. അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമല്ല, വേണ്ട. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. താങ്ക് യു.